നമസ്കാരം. നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്. നമ്മുടെ പഴയകാല ഓർമ്മകളെ അയവിറക്കാൻ പറ്റുന്ന ഒരു വികാരമാണ്. നമ്മൾ നാട്ടിലൊക്കെ നമ്മുടെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടിപ്പോയി ഒന്നല്ലെങ്കിൽ രണ്ട് വീട്ടുകാരുടെ കൂടെ, സുഹൃത്തുക്കളുടെ കൂടെ, ബന്ധുക്കളുടെ കൂടെ ഒന്നല്ലെങ്കിൽ രണ്ട് ഓണമാണ് അവർ ആഘോഷിക്കുന്നത്. നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഓണം തുടങ്ങിക്കഴിഞ്ഞാൽ ഡിസംബർ വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണമാണ്, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ വെള്ളിയാഴ്ചകളും ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ വേറൊരു അസോസിയേഷൻ, പള്ളി വക, കുടുംബക്കാർ വക, ഫ്രണ്ട്സ് വക നമ്മളെല്ലാം ഓണം ആഘോഷിക്കുന്നവരാണ്. ഓണം എന്ന് പറയുന്നത് നമുക്കൊരു വികാരം മാത്രമല്ല, നമുക്ക് ഒരു ഒത്തൊരുമയാണ്, ഒരു കൂടിച്ചേരലാണ്. ഫ്രണ്ട്സും നമ്മുടെ കുടുംബക്കാരും നമുക്ക് ചാർച്ചക്കാരും ചിലപ്പോൾ നമ്മുടെ ദേശക്കാരും എല്ലാവരുമായിട്ട് നമ്മളൊരു ഒത്തുചേരലാണ് ഓണം എന്ന് പറയുന്നത്. ഇത് 500 എപ്പിസോഡ് കഴിഞ്ഞ ഒരു പരിപാടിയാണ്. നമ്മൾ പ്രവാസികൾ ക്രിസ്മസ് വരുന്നിടം വരെയും ഓണം ആഘോഷിക്കും. ഇതൊരു സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ഒത്തുചേരലാണ്. അതുകൊണ്ട് വ്യത്യസ്തമായി ഞങ്ങൾ ഈ പ്രാവശ്യം ടൈംസ് ഓഫ് കുവൈറ്റിലേക്ക് വന്നിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കുവൈറ്റിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ കുവൈറ്റിലെ 15ാമത് ശാഖ ഹവാലിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. 83,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വിശാലമായ ഷോറൂമിൻ്റെ ഉദ്ഘാടനം UAE അംബാസിഡർ ഹിസ് എക്സലൻസി ഡോക്ടർ മേത്തർ ഹമദ് അൽ മഹ്സാഫ് അൽ നയാദി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ലുലു ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ MA യൂസഫ് അലി, ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ്, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ബംഗ്ലാദേശ്, വിയറ്റ്നാം, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലെ അംബാസഡർമാർ, നയതന്ത്ര പ്രതിനിധികൾ എന്നിവരും ലുലു ഗ്രൂപ്പിൻ്റെ ഉയർന്ന പ്രതിനിധികളും പങ്കെടുത്തു. ഇത് ഞങ്ങളുടെ 15ാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് കുവൈത്തിൽ. 257ാമത്തേതാണ് ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ. ഇന്നലെ ബഹ്റൈനിലെ ഹൈപ്പർ മാർക്കറ്റ് ഇനാഗുറേറ്റ് ചെയ്തു. ഇനി 3 പ്രൊജക്റ്റ് കൂടി കുവൈത്തിൽ വരുന്നുണ്ട്. അബ്ബാസിയ, ജാബർ അൽ അഹമ്മദ് സിറ്റി, സബ അൽ സാലിം. ഇത് 4 മാസത്തിനുള്ളിൽ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ 300 ഹൈപ്പർ മാർക്കറ്റ് ആക്കാനുള്ള പ്രയത്നത്തിലാണ്. അടുത്ത കൊല്ലത്തോടുകൂടി ഞങ്ങളത് 300 ആവും. ഇപ്പോൾ ഇന്ത്യക്ക് പുറമെ 69,700 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇതിന് സഹായം ചെയ്തു തരുന്ന, ഞങ്ങളോട് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ഞങ്ങളുടെ എക്സ്പാൻഷൻ പ്ലാനിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ബഹുമാന്യനായ ഈ രാജ്യത്തിലെ അമീർ, ക്രൗൺ പ്രിൻസ്, പ്രധാനമന്ത്രി, ഗവൺമെൻറ് എന്നിവരോടുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. ഓവർസീസ് ഇന്ത്യൻ കൾച്ചർ കോൺഗ്രസ് OICC കുവൈറ്റ് നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണപ്പൊലിമ 2023 സംഘടിപ്പിച്ചു. അബ്ബാസിയ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങുകൾ തൃക്കാക്കര MLA ഉമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ OICC കുവൈറ്റ് നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുക്കിളങ്ങര അധ്യക്ഷത വഹിച്ചു. മുഖ്യ അതിഥിയായിരുന്ന പുതുപ്പള്ളി MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മനെ ചടങ്ങിൽ ആദരിച്ചു. OICC ഗ്ലോബൽ കമ്മിറ്റി ചെയർമാൻ ശങ്കരപിള്ള കുമ്പളത്ത്, NBTC മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചെയർമാൻ KG എബ്രഹാം മുഖ്യ അതിഥികളായിരുന്നു. KMCC ജനറൽ സെക്രട്ടറി ഷർഫുദ്ദീൻ കണ്ണേത്ത്, മെഡക്സ് മെഡിക്കൽ കെയർ പ്രസിഡന്റ് മുഹമ്മദ് അലി, ജനറൽ സെക്രട്ടറി BS പിള്ള, വൈസ് പ്രസിഡന്റ് ഷമുവൽ ചാക്കോ, ജനറൽ സെക്രട്ടറിമാരായ ജോയ് ജോൺ തുരുത്തിക്കര, ബിനു ചെമ്പാലയും, സെക്രട്ടറിമാരായ മനോജ് ചണ്ണപ്പേട്ട, MA നിസാം, റോയ് കൈതവന, ജോയ് ഗരുവാളൂർ, ജോയിന്റ് ട്രഷറർ ഋഷി ജേക്കബ്, ലേഡീസ് വിംഗ് ചെയർപേഴ്സൺ ലാൻസി ബാബു, യൂത്ത് വിംഗ് ചെയർമാൻ ജോബിൻ ജോസ്, വെൽഫെയർ വിംഗ് ചെയർമാൻ ആന്റോ വാഴപ്പള്ളി, മീഡിയ വിംഗ് ചെയർമാൻ ജോർജ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി വർഗീസ് ജോസഫ് മരാമൺ സ്വാഗതവും ട്രഷറർ രാജീവ് നടുവിലെമുറിയും നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് പ്രസിദ്ധ പിന്നണി ഗായകരായ ലക്ഷ്മി ജയനും അരുൺ ഗോപനും നേതൃത്വം നൽകിയ ഗാനമേളയും കുവൈറ്റിലെ പ്രശസ്തരായ കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. മേഖലയിലെ പ്രമുഖ എക്സ്ചേഞ്ച് കമ്പനിയായ ലുലു എക്സ്ചേഞ്ചിൻ്റെ 35ാമത് ശാഖ കുവൈറ്റിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനിയുടെ 302ാമത്തെ ശാഖ കൂടിയാണിത്. ചടങ്ങുകൾ കുവൈറ്റിലെ UAE അംബാസിഡർ ഹിസ് എക്സലൻസി ഡോക്ടർ മേത്തർ ഹമദ് അൽ മഖ്സാഫ് അൽ നയാദി ഉദ്ഘാടനം ചെയ്തു.
ചടങ്ങിൽ ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ MA യൂസഫ് അലി, ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ അദീഫ് അഹമ്മദ്, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ബംഗ്ലാദേശ്, വിയറ്റ്നാം, സ്പെയിൻ, മാലവി, കെനിയ തുടങ്ങിയ രാജ്യങ്ങളിലെ അംബാസഡർമാർ, നയതന്ത്ര പ്രതിനിധികൾ എന്നിവരും ലുലു ഗ്രൂപ്പിന്റെ ഉയർന്ന പ്രതിനിധികളും പങ്കെടുത്തു. അടൂർ നിവാസികളുടെ കൂട്ടായ്മയായ അടൂർ NRI ഫോറം കുവൈറ്റ് ചാപ്റ്റർ അടൂർ ഓണം 2023 എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ശ്രീകുമാർ S. നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അടൂർ ഓണം ജനറൽ കൺവീനർ KC ബിജു സ്വാഗതം ആശംസിച്ചു. അടൂർ NRI ഫോറം കുവൈറ്റ് ചാപ്റ്റർ അടൂർ ഫാസി പുരസ്കാരം മലയാള ചലച്ചിത്ര നടൻ ശ്രീ സുധീഷിനും, അടൂർ NRI കുവൈറ്റ് ചാപ്റ്റർ പ്രവാസി പ്രതിഭാ പുരസ്കാരം ശ്രീ ഷമീജ് കുമാറിനും, ബാലപ്രതിഭാ പുരസ്കാരം മാസ്റ്റർ പ്രണവനും സമ്മാനിച്ചു. അടൂർ ഓണത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സോവനീർ ശ്രീ സുധീഷ് സോവനീർ കൺവീനർ മനീഷ തങ്കച്ചി നൽകി നിർവഹിച്ചു. ഉപദേശക സമിതി ചെയർമാൻ ജിജു മേളത്ത്, ജോയിന്റ് കൺവീനർ ബിജോ P. ബാബു, ജനറൽ സെക്രട്ടറി അനീഷ് എബ്രഹാം, ട്രഷറർ സുനിൽ കുമാർ MG, വനിതാ വിഭാഗം കോർഡിനേറ്റർ ആശ ഷാമുവൽ എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിന് പ്രോഗ്രാം കൺവീനർ CR റിൻസൺ നന്ദി രേഖപ്പെടുത്തി. കുവൈറ്റിലെ രുചിഭേദങ്ങളുടെ ചായക്കൂട്ടുമായി ദുബായ് കരക്ക് മക്കാനിയുടെ 8ാമത് ശാഖ കുവൈറ്റിലെ ഹവാലി ബ്ലോക്ക് 9 തുടക്കമായി. ചടങ്ങുകൾ ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ MA യൂസഫ് അലി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ഫിനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ്, ദുബായ് കരക്ക് മക്കാനി ഡയറക്ടേഴ്സ് മുഹമ്മദ് കുഞ്ഞി, ആബിദ്, ഹിജാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഫ്ലൈ വേൾഡ് ലക്ഷറിയിൽ കെനിയ എംബസി റോഡ് ഷോ നടത്തി. കെനിയൻ എംബസി അംബാസിഡർ ഹിസ് എക്സലൻസി ഹലിമ A. മഹ്മൂദ് മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ കെനിയ ടൂറിസത്തിന്റെ സാധ്യതകളെപ്പറ്റി ചർച്ചകളും തുടർന്ന് നൃത്തകലാ പരിപാടികളും നടന്നു. കുവൈറ്റ് സിറ്റിയിലെ ദൗളിയ കൊമേഴ്സ്യൽ കോംപ്ലക്സ് ഫ്ലൈ വേൾഡ് ലക്ഷറി ടൂറിസം റിസർച്ച് സെന്ററിൽ വെച്ചായിരുന്നു റോഡ് ഷോ നടന്നത്. റോഡ് ഷോയിൽ പ്രമുഖ ട്രാവൽ കമ്പനി പ്രതിനിധികളും കെനിയൻ എംബസി അംഗങ്ങളും പങ്കെടുത്തു. ജോബിൻ ഇന്റർനാഷണൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ജോബിൻ ജോണും ഫ്ലൈ വേൾഡ് ഉന്നത പ്രതിനിധികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. Lulu, where the world comes to shop. എന്ത് പറ്റി? നാട്ടിൽ നിന്ന് വരുന്ന 3ാമത്തെ കോളായത് ബില്ലടയ്ക്കണമെന്ന് പറഞ്ഞു. കറണ്ട് ബില്ല്, മൊബൈൽ ബില്ല്, മോന്റെ എഡ്യൂക്കേഷൻ ബില്ല്. കുവൈറ്റിൽ ആദ്യമായി അൽ മുസൈനയുടെ ഭാരത് ബിൽ പേ സേവനം വഴി ഇന്ത്യയിൽ എവിടേക്കും നിങ്ങളുടെ ബില്ലുകൾ അടയ്ക്കാം. ഞങ്ങൾ ഞങ്ങളുടെ ബില്ലുകളൊക്കെ അൽ മുസൈനി വഴി അടച്ചു. നിങ്ങളോ? Al Muzaini Exchange, always near you. Yes, no business is good without the right workforce. And its absence can make you hero to zero. Providing the best manpower solution across GCC for 20 years. Blue collar, skilled, unskilled, and whatever your company requirements are, we deliver you the best in the industry. Trust is all about care, and we deliver complete travel. Consider this as an advice, not as an advertisement. ചേച്ചി, എനിക്ക് അകത്ത് ശമ്പളം കിട്ടി. ഇനി ഇത് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് അയച്ചു. അതിനെന്താ, അൽമുസൈനി ഉണ്ടല്ലോ, ഫാസ്റ്റ് ആണ്. Faster, secure, reliable. Al Muzaini Exchange, always near you. Cultivation according to climate. Good fertile soil. Good atmosphere. Timely harvesting. Fresh packing. Freshly distributed. Highway Center, a complete family shopping experience. Fahel, Mangaf and Abbasiya. പൊന്നോണം 2023 എന്ന പേരിൽ ഫർവാനിയ നഴ്സസ് അസോസിയേഷൻ NOK ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. NOK പ്രസിഡന്റ് ശ്രീ സിറിൽ B. മാത്യു അധ്യക്ഷനായിരുന്ന യോഗത്തിൽ സെക്രട്ടറി ശ്രീമതി ട്രീസ എബ്രഹാം സ്വാഗതം പറഞ്ഞു. നിക്സൺ ജോർജ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതുപ്പള്ളി MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മന് NOK പ്രസിഡന്റ് ശ്രീ സിറിൽ B. മാത്യുവും സെക്രട്ടറി ശ്രീമതി ട്രീസ എബ്രഹാം ചേർന്ന് മെമന്റോ നൽകി ആദരിച്ചു.
ശ്രീ നിക്സൺ ജോർജ് ചാണ്ടി ഉമ്മന് പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. NOK സീനിയർ അഡ്വൈസറി ബോർഡ് മെമ്പർ ശ്രീ റോയ് കെ യോഹന്നാൻ, NOK പൊന്നോണം 2023 ഈവന്റ് സ്പോൺസർ ഹൈത്തം മലബാർ റെസ്റ്റോറന്റ് ജനറൽ മാനേജർ ശ്രീ പ്രശാന്ത് മടയമ്പത്ത് എന്നിവർ ആശംസകൾ അറിയിച്ചു. ട്രഷറർ ശ്രീ എബി ചാക്കോ തോമസ് മീറ്റിംഗിൽ കടന്നു വന്നവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. പൊന്നോണം 2023 പ്രോഗ്രാം കോർഡിനേറ്റർമാരായ NOK വൈസ് പ്രസിഡന്റ് ശ്രീമതി സോണിയ തോമസ്, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി സുമി ജോൺ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് വർണ്ണാഭമായ കലാപരിപാടികളും NOK അംഗങ്ങൾ അവതരിപ്പിച്ചു. ഓണം നൽകുന്ന ഒരു മഹത്തായ സന്ദേശമാണിത്. നമ്മൾ കാണുന്ന ഒരു ലോകമല്ല, നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല, നമ്മൾ കാണുന്ന പോലെയല്ല മറ്റുള്ളവരെന്ന് മനസ്സിലാക്കുന്ന ഒരു ആഘോഷം കൂടിയാണ്, മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദേശം കൂടിയാണ് ഓണം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ നേരുന്നു. നല്ലൊരു ഐശ്വര്യപൂർണ്ണമായ വർഷമാവട്ടെ നിങ്ങൾ ആശംസിക്കുന്നു. നഴ്സുമാരെ സംബന്ധിച്ച് ലോകമെമ്പാടും നിങ്ങൾ കേരളത്തിന്റെ അംബാസിഡേഴ്സായി മാറിയിരിക്കുക. അതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ നടത്തുന്ന സേവനം, നിങ്ങൾ നടത്തുന്ന ഒരു എന്താ പറയുക കമ്മിറ്റഡ് ആയിട്ടുള്ള വർക്ക്, അത് ലോകത്തെമ്പാടും വളരെ അധികം അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. കല ആർട്ട് കുവൈറ്റ് സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 15 വെള്ളിയാഴ്ച അബ്ബാസിയ ഇമ്പീരിയർ ഹാളിൽ സംഘടിപ്പിച്ച ഓണം ഈദ് ആഘോഷം കുവൈറ്റ് സംരംഭകൻ സുധീർ ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി രാകേഷ് സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി ശിവകുമാർ നന്ദിയും പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തകൻ സലീം കൊമേരി, മീഡിയ സെക്രട്ടറി മുകേഷ് എന്നിവർ ആശംസ പറഞ്ഞു. പ്രോഗ്രാം ജനറൽ കൺവീനർ ജോണി, എക്സിക്യൂട്ടീവ് അംഗം ജ്യോതി ശിവകുമാർ, അമ്പിളി രാകേഷ്, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരായ ഹമീദ് കേളോത്ത്, ബഷീർ ബാത്ത, ബാബുജി ബത്തേരി, നജീബ്, ബിജു സ്റ്റീഫൻ, രാജഗോപാൽ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. കുവൈറ്റിലെ കലാപ്രവർത്തകർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഗാനമേളയും തുടർന്ന് വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടായിരുന്നു. ഹ്രസ്വ സന്ദർശനാർത്ഥം കുവൈറ്റിലെത്തിയ ചാണ്ടി ഉമ്മന കുവൈറ്റ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പുതുപ്പള്ളി MLA ആയി സ്ഥാനമേറ്റതിനു ശേഷം കുവൈറ്റിൽ ഹ്രസ്വ സന്ദർശനാർത്ഥം എത്തിയ അന്തരിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശരീരനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന കുവൈറ്റ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗംഭീരമായ സ്വീകരണം നൽകി. ICC കുവൈറ്റ് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾക്കാണ് ശ്രീ ചാണ്ടി ഉമ്മൻ കുവൈറ്റിലെത്തിയത്. കേരള നിയമസഭാ സാമാജികനായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായാണ് ശ്രീ ചാണ്ടി ഉമ്മൻ ഒരു വിദേശ രാജ്യം സന്ദർശിക്കുന്നത്. കുവൈറ്റ് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ ആന്റോ മാത്യു കുമ്പിളിമുട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുവൈറ്റ് കത്തോലിക്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശ്രീ മാത്യു ജോസ് ചെമ്പത്തിൽ സ്വാഗതം ആശംസിച്ചു. സഭയ്ക്കും സമൂഹത്തിനും ശ്രീ ഉമ്മൻചാണ്ടി നൽകിയ സേവനങ്ങൾ വിലമതിക്കാനാവാത്താണെന്നും അദ്ദേഹത്തിന്റെ മരണശേഷം കേരള ജനതയ്ക്ക് മുൻപിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മൃതസംസ്കാര വേളയിൽ കത്തോലിക്ക സഭയിലെ സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും ലത്തീൻ സഭയും നൽകിയ സ്നേഹാദരവുകളും പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കും അഭിവന്ദ്യ പിതാക്കന്മാരോടും തന്റെ പിതാവിന്റെ കല്ലറിയിലെത്തി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നതായി ശ്രീ ചാണ്ടി ഉമ്മൻ തന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. കുവൈറ്റിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ 37ാമത് ഔട്ട്ലെറ്റ് മുർഗാബിൽ പ്രവർത്തനം ആരംഭിച്ചു. മുർഗാബിലെ അബ്ദുൽ അസീസ് ഹമീദ് അൽ സഗർ സ്ട്രീറ്റിലെ അൽ തജാർ ടവറിലാണ് പുതിയ ഔട്ട്ലെറ്റ്. വിവിധ കലാപരിപാടികളോടുകൂടി നടന്ന വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങിൽ ഷെയ്ഖ് ദാവൂദ് സൽമാൻ അൽ സബാഹ്, ജാസിം മുഹമ്മദ് ഖമീസ് അൽ ഷറാഫ്, ഗ്രാൻഡ് ഹൈപ്പർ മാനേജിംഗ് ഡയറക്ടർ അൻവർ അമീൻ ചേലാട്ട്, റീജിയണൽ ഡയറക്ടർ അയ്യൂബ് കച്ചേരി, CEO മുഹമ്മദ് സുനീർ, DRO തഖ്സീർ അലി, CEO മുഹമ്മദ് അസ്ലാം കൂടാതെ ഗ്രാൻഡ് ഹൈപ്പർ കുവൈറ്റ് ഉന്നത മാനേജ്മെന്റ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടയം ഡിസ്ട്രിക്ട് അസോസിയേഷൻ KDAK ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഹൈഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിന് സംഘടനയുടെ സീനിയർ അംഗങ്ങളായ മോഹൻ ജോർജും സുരേഷ് തോമസും ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം കുമാരി എൽസ ഹറോൾഡും സംയുക്തമായി ചേർന്ന് നിലവിളക്കുകൊളുക്കി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ചെസിൽ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ഉപദേശക സമിതി അംഗങ്ങളായ മോഹൻ ജോർജ്, സണ്ണി തോമസ്, നിക്സൺ ജോർജ്, അനിൽ P. അലക്സ്, മുൻ പ്രസിഡന്റ് സുരേഷ് തോമസ്, മഹിളാ വിംഗ് ചെയർപേഴ്സൺ ട്രീസ ലാലിച്ചൻ, വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ മോഹനൻ, മുൻ ജനറൽ സെക്രട്ടറി സിബി തോമസ്, മുൻ പ്രസിഡന്റ് സാം നന്ദിയേട്ട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജനറൽ സെക്രട്ടറി അജിത് സക്രിയ പീറ്റർ സ്വാഗതവും കൾച്ചറൽ കമ്മിറ്റി കൺവീനർ ഹറോൾഡ് മാത്യു നന്ദിയും രേഖപ്പെടുത്തി. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുരേഷ് തോമസ് ആൻഡ് രേഖ, ഹരികൃഷ്ണൻ ആൻഡ് പാർവതി, ലാലിച്ചൻ ആൻഡ് ട്രീസ, ഹറോൾഡ് ആൻഡ് ജിസ തുടങ്ങിയവരുടെ കപ്പിൾ ഡാൻസും ചടങ്ങിൽ അരങ്ങേറി. സംഘടനയിലെ ബാലതാരങ്ങളായ ഇവ അനൂപ്, എലൈൻ അനൂപ്, എൽവീന അനൂപ്, എൽക ഹറോൾഡ്, എൽന ഹറോൾഡ്, എൽസ ഹറോൾഡ് തുടങ്ങിയവരുടെ വർണ്ണാഭമായ നൃത്തവും അരങ്ങേറി.
കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ കലാമത്സരങ്ങളും നടത്തപ്പെട്ടു. സംഘടനയുടെ എല്ലാ വർഷവും നടത്താറുള്ള മലയാളി മങ്ക മത്സരം സജീവമായി നടത്തപ്പെട്ടു. ജിസ ഹറോൾഡ്, പാർവതി ഹരികൃഷ്ണൻ, ട്രീസ ലാലിച്ചൻ തുടങ്ങിയവർ തെരഞ്ഞെടുക്കപ്പെട്ടു. അശമോൾ മാത്യു മലയാളി മംഗമാരുടെ മത്സരം നിയന്ത്രിച്ചു. ഇലാന ചെസിലിനെ ബാലതാരമായും തെരഞ്ഞെടുത്തു. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു. ഇത് ട്രീസ ലാലിച്ചൻ, നൈറ്റിംഗേൽസ് ഓഫ് കുവൈറ്റിൻ്റെ സെക്രട്ടറി, പല അസോസിയേഷനിലെ നിറസാന്നിധ്യം. കുവൈറ്റിലെ ഓണത്തിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.5 മാസമായിട്ട് ഒരുപാട് ഓണങ്ങൾ നമ്മൾ ആഘോഷിച്ചു. നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്ക് ആഘോഷിച്ചിട്ടുണ്ട്. എന്താണ് കുവൈറ്റിലെ ഓണത്തിനെക്കുറിച്ച് പറയാനുള്ളത്? കൂടാതെ നിങ്ങൾ ആതുര രംഗത്തിലെ ഒരു നിറസാന്നിധ്യമാണ്. എന്താണ് കുവൈറ്റിലെ ഓണത്തിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാനൊരു നേഴ്സാണ്. എങ്കിലും ഞങ്ങൾക്ക് പല പല ടെൻഷനുകളും വിഷമങ്ങളും ഞങ്ങളുടെ ഡ്യൂട്ടി സ്ഥലത്തുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒത്തുചേരലുകളും ഇങ്ങനെയുള്ള സ്നേഹം പങ്കിടലുകളുമാണ് ഞങ്ങൾക്കൊരാശ്വാസം. ഇപ്പോൾ കാണുന്ന ട്രീസി ആയിരിക്കുമല്ല ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ രോഗികളുമായി മല്ലിടുമ്പോൾ അവിടെ മരണങ്ങൾ സംഭവിക്കുന്നു, അവിടെ പെയിനുകൾ കാണുന്നു. അങ്ങനെ അനേകം പേരുടെ പ്രശ്നങ്ങളുമായിട്ടാണ് ഞങ്ങൾ തലയിലിരുന്ന് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ പ്രവാസ ജീവിതത്തിൽ എനിക്ക് വളരെയധികം സന്തോഷം ഇങ്ങനെയുള്ള ഒത്തുചേരലുകളും ഇങ്ങനെയുള്ള സ്നേഹം പങ്കിടലുകളും മാത്രമാണ്. നമുക്ക് പ്രവാസ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് ജാതി മത രാഷ്ട്രീയ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവർക്കും ഒത്തൊരുമയോടെ കൂടാൻ പറ്റുന്ന ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. നാട്ടിൽ നമുക്കറിയാം, ഓണം ഒരു ദിവസം നമ്മൾ ആഘോഷം നിർത്തി. പ്രവാസികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കുവൈറ്റിൽ ഇന്ന് കോട്ടയം ഡിസ്ട്രിക്ട് അസോസിയേഷൻ കുവൈറ്റിൻ്റെ ഓണാഘോഷമായിരുന്നു. കുവൈറ്റിലെ മംഗഫിലെ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂളിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റുഡൻറ് കൗൺസിൽ അധികാരമേറ്റു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ശാന്തഗംഭീരമായ ചടങ്ങിൽ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ സുജാത ശിവകൃഷ്ണൻ മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ KV ഇന്ദുലേഖ പ്രതിനിധികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂളിന്റെ പാരമ്പര്യവും പൈതൃകവും മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കുമെന്ന് വിദ്യാർത്ഥി പ്രതിനിധികൾ പ്രതിജ്ഞ ചെയ്തു. കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ ഉയർന്ന വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ഹെഡ് ബോയ് മിലൻ ടിജു, ഹെഡ് ഗേൾ എമിലി ആൻ ജേക്കബ് എന്നിവർ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകരായ ഡോക്ടർ രംഗശ്രീ, മഞ്ജുമിത്ര എന്നിവർ ചേർന്ന് ചടങ്ങുകൾ ചിട്ടപ്പെടുത്തി. സ്കൂളിലെ വിദ്യാർത്ഥിനികൾ കാഴ്ചവെച്ച നൃത്യവും തുടർന്ന് യുവ ഗായകനും സ്കൂളിലെ വിദ്യാർത്ഥിയുമായ രോഹിത് ശ്യാമും സംഘവും അവതരിപ്പിച്ച ശ്രുതിമധുരമായ ഗാനാലാപനവും നടന്നു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സലീം, CCA കോർഡിനേറ്റർ ഫിറോസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ഡോക്ടർ രമേശ് കുമാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. സ്കൂൾ ഡയറക്ടർ മലയിൽ മൂസക്കോയ, ഹെഡ് മിസ്ട്രസ് ശ്രീദേവി നീലകണ്ഠൻ, കോർഡിനേറ്റർമാരായ ഷിഹാബ് നീലഗിരി, പ്രേമ ബാലസുബ്രഹ്മണ്യം, നാജിയ ഖാദർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. CCA സെക്രട്ടറിമാരായ അമീർ അസ്ലാം, ടിസിയ രാജീവ് എന്നിവർ നന്ദി രേഖപ്പെടുത്തി. Lulu, where the world comes to shop. എന്തു പറ്റി? നാട്ടിൽ നിന്ന് വരുന്ന 3ാമത്തെ കോളായത് ബില്ലടയ്ക്കണമെന്ന് പറഞ്ഞു. കറണ്ട് ബില്ല്, മൊബൈൽ ബില്ല്, മോന്റെ എഡ്യൂക്കേഷൻ ബില്ല്. കുവൈറ്റിൽ ആദ്യമായി അൽ മുസൈനയുടെ ഭാരത് ബിൽ പേ സേവനം വഴി ഇന്ത്യയിൽ എവിടേക്കും നിങ്ങളുടെ ബില്ലുകൾ അടയ്ക്കാം. ഞങ്ങൾ ഞങ്ങളുടെ ബില്ലുകളൊക്കെ അൽ മുസൈന വഴി അടച്ചു. നിങ്ങളോ? Al Muzaini Exchange, always near you. Yes, no business is good without the right workforce. And its absence can make you hero to zero. Providing the best manpower solution across GCC for 20 years. Blue collar, skilled, unskilled, and whatever your company requirements are, we deliver you the best in the industry. Trust is all about care, and we deliver complete travel. Consider this as an advice, not as an advertisement. ചേച്ചി, എനിക്ക് അകത്ത് ശമ്പളം കിട്ടി. ഇനി ഇത് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് അയച്ചു. അതിനെന്താ, അൽമുസൈനി ഉണ്ടല്ലോ, ഫാസ്റ്റ് ആണ്. Faster, secure, reliable. Al Muzaini Exchange, always near you. Cultivation according to climate. Good fertile soil. Good atmosphere. Timely harvesting. Fresh packing. Freshly distributed. Highway Center, a complete family shopping experience. Fahel, Mangaf and Abbasia. മിത്തല്ല മുത്തുറസൂൽ, ഗുണകാംക്ഷയാണ് സത്യദീൻ എന്ന പ്രമേയത്തിൽ കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ KIC സംഘടിപ്പിക്കുന്ന മുഹബത്തെ റസൂൽ 2023 നവദിന മഹാസമ്മേളനം വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി.
അബ്ബാസിയ ഇൻ്റഗ്രേറ്റഡ് ഇന്ത്യൻ സ്കൂൾ അങ്കണത്തിൽ വ്യാഴാഴ്ച ഈശാ നമസ്കാരത്തിന് ശേഷം ആരംഭിച്ച മജ്ലിസ് ഉന്നൂർ ആത്മീയ സദസ്സിനും പ്രാർത്ഥനാ സംഗമത്തിനും പ്രമുഖ പണ്ഡിതനും SKSSF സംസ്ഥാന ട്രഷററുമായ സയ്യിദ് ഫക്രുദ്ദീൻ ഹസ്നി തങ്ങൾ നേതൃത്വം നൽകി. മനുഷ്യജീവിതത്തിലെ അനിവാര്യമായ നന്മകൾ ഓരോന്നായി മനസ്സിൽ നിന്നും പടിയിറങ്ങിപ്പോകുന്ന ഏറെ പ്രയാസകരമായ കാലത്ത് വിദ്വേഷങ്ങളും വെറുപ്പും വർദ്ധിച്ചു വരുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച കാരുണ്യത്തിന്റെ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വിശ്വാസി സമൂഹം മുന്നോട്ട് വരണമെന്ന് സയ്യിദ് ഫക്രുദ്ദീൻ ഹസ്നി തങ്ങൾ ഓർമ്മപ്പെടുത്തി. പ്രഗത്ഭ പണ്ഡിതനും പ്രഭാഷകനുമായ സിറാജുദ്ദീൻ അൽ കാസ്മി പത്തനാപുരം മുഖ്യ പ്രഭാഷണം നടത്തി. KC വൈസ് ചെയർമാൻ ഉസ്മാൻ ദാരിമി അടിവാരം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെഗാ സർഗലയത്തിന്റെ പോസ്റ്റർ പ്രകാശനം നേതാക്കൾ നിർവഹിച്ചു. ഇടുക്കി അസോസിയേഷൻ കുവൈറ്റ് IAK പൊന്നോണം 2023 സംഘടിപ്പിച്ചു. ചടങ്ങിൽ 100 കണക്കിന് അംഗങ്ങൾ പങ്കെടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജോബിൻസ് ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ശ്രീ മാർട്ടിൻ ചാക്കോ സ്വാഗതം പറഞ്ഞു. ജനറൽ കോർഡിനേറ്റർ ഷിജു ബാബു മെഗാ പ്രോഗ്രാമിനെ പറ്റി വിശദീകരിച്ചു. ജോയൽ കാസ് കുവൈറ്റ് കൺട്രി ഹെഡ് ശ്രീ വിനോദ് കുമാർ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തക ശ്രീമതി ഹദീൽ ബി ബുഖാരിസ് മുഖ്യ അതിഥിയായിരുന്നു. കുവൈറ്റിൽ ഹ്രസ്വ സന്ദർശനാർത്ഥം എത്തിയ തൃക്കാക്കര MLA ഉമ്മ തോമസ് ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ ഇടുക്കി അസോസിയേഷനും പ്രതിനിധികളായ ടോം ഇടയോടി, നിക്സൺ ജോർജ്, ജിജി മാത്യു, വുമൻസ് ഫോറം ചെയർപേഴ്സൺ ശ്രീമതി വിനീത ഔസേപ്പച്ചൻ, അഡ്വൈസറി ബോർഡ് ചെയർമാൻ ശ്രീ ബാബു ചാക്കോ, പ്രോഗ്രാം കൺവീനർ ശ്രീ ബിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. ചടങ്ങുകൾക്ക് കൺവീനർ ശ്രീ എബിൻ തോമസ് നന്ദിയും രേഖപ്പെടുത്തി. Good afternoon, everyone. I'm really pleased to be here, to be part of this festival. Happy Onam, everybody. Thank you. This is not the first time to be participating in any festival with the Indian community here in Kuwait. This is my closest community for sure because I've always been into the Indian culture. I really respect the other cultures also, but the Indian is so close to my heart and I feel so close to them because your culture, your everything, like we've been into the Indian music, Indian movies and everything since we were kids. So what have been all my years working on human rights, I have requested many requests for the government to help the Indian community to get involved more in the Kuwait society, to have their own mandirs, they have their own prayer places to participate and practice their freedom of religion here in Kuwait. And I hope one day that this will take another level into human rights community because everybody has their own rights to practice their religion and to practice their cultural and to be appreciated as a part of this Kuwaiti community. Thank you so much for having me and inshallah there will be more cooperations between us. Thank you. ഇടുക്കി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരുടെയും രക്തത്തിൽ അലിഞ്ഞതാണ് ഇടുക്കി എന്ന് പറയുന്നത്. ഓരോ ഇടുക്കിക്കാരും അവരുടെ മണ്ണിനെ സ്നേഹിക്കുകയും അതുപോലെ ഇടുക്കി എന്ന ഒരു വികാരത്തിൽ എവിടെ പോയാലും ഇടുക്കി എന്ന ഒരു വികാരത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. ഞങ്ങൾ ഇടുക്കിക്കാർ ഇവിടെ കുവൈറ്റിലെ ഇടുക്കിക്കാർ യാഥാർത്ഥ്യമാക്കാറുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നു പോയി കഴിഞ്ഞാലും ഓണം അത് ഞങ്ങൾ മുടക്കിയിട്ടില്ല. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു വരുന്നു. ഈ വർഷം ഞങ്ങളതിന് പേരിട്ടിരിക്കുന്നത് ഇടുക്കി ഓണോത്സവ് IAK ഓണോത്സവ് 2023 എന്നാണ്. വളരെ വർണ്ണാഭമായ ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഓണം കഴിഞ്ഞെങ്കിലും നമ്മളിപ്പോഴും സ്റ്റിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും അവധി ദിവസങ്ങളിലെല്ലാം നമ്മളിവിടെ ഓണം ആഘോഷിക്കുകയാണ്. ഇടുക്കിയിലെ മിടുക്കരായ നാട്ടുകാരെല്ലാവരും കൂടി ഇവിടെ അടിപൊളിയായിട്ട് താല്പര്യം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും അതീവ സന്തോഷത്തിലാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ഏറെ ദൂരെയാണെങ്കിൽ പോലും നമ്മൾ അതീവ ഗംഭീരമായിട്ട് എല്ലാ ആഘോഷങ്ങളോടും കുട്ടികളുടെ പരിപാടികൾ, ഗാനമേള, അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളോടും കൂടി നമ്മളിവിടെ ഓണം. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വെളിച്ചം നൽകുന്ന ഇടുക്കി, ലോകത്തിലെ ഏറ്റവും നല്ല തേയില നൽകുന്ന ഇടുക്കി, ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട കുരുമുളക് നൽകുന്ന ഇടുക്കി, ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഏലം നൽകുന്ന ഇടുക്കി, അങ്ങനെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കി എല്ലാം കൊണ്ടും ഉയർന്നിട്ടൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. എങ്കിലും ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസ്സെ.
രാജപ്രതാപങ്ങളുടെ മുന്നിൽ അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചസ്തമിച്ചാലും ആത്മാവിന്റെ അവസാനത്തെ അണുവിലെങ്കിലും ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കും വരെ എന്റെ നാവിൽ ഒന്നേ മറിക്കൂ, ഞാനിവളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. ഇതിനൊരു ഫൗണ്ടേഷൻ ഇട്ട് തുടങ്ങി വെച്ച പ്രസ്ഥാനം ഇത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നറിയുമ്പോൾ, അത് കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. തുടർന്നുള്ള നാളുകളിലും നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ജാതി മത ഭേദമന്യേ ഓണം ആഘോഷിക്കാനും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരായിട്ട് സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കാനും കരുണയുള്ള ഹൃദയമായിട്ട് പാവപ്പെട്ടവർക്ക് സഹായവും അതുപോലെ തണുക്കുന്നവന് പുതപ്പുമൊക്കെ ആയിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ്. For the first time in Kuwait, pay your bills in India via Bharat Bill Pay service through Al Muzaini. Lulu, where the world comes to shop. Flywall Luxury Tourism Resort Center, Kuwait City. Consider this as an advice, not as an advertisement. Many reasons, one exchange. Al